ഞങ്ങളുടെ ബാൽക്കണിയിലോട്ട് കുറേ കാക്കകൾ വരും. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങനെ ചോറ് വയ്ക്കും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കാക്കകൾ വരാറുണ്ട്. അതുകൂടാണ്ട് വേറെ കിളികളും വരാറുണ്ട്. ആൻഡ് ആ ഓപ്പോസിറ്റിലുള്ള ബിൽഡിങ്ങിൽ എപ്പോഴും ഒരു പരുന്ത് വന്നിരിക്കാറുണ്ട്. ആ പരുന്തിനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഈ കാക്കയ്ക്ക് അങ്ങോട്ട് ഇളകും. ഐ തിങ്ക് പരുന്ത് വന്നിട്ട് ഈ കാക്കയുടെ കൂട്ടിൽ പോയിട്ട് മുട്ട കഴിക്കും തോന്നുന്നുണ്ട്. അതായിരിക്കും, ഐ ഡോണ്ട് നോ. എന്നിട്ട് ഈ പരുന്തിന് വേറെ പക്ഷികളിലൊന്നും പേടിയൊന്നുമില്ല. ഈ കാക്കയുടെ കയ്യിൽ നിന്ന് കുറേ അതിന് തലക്കിട്ട് കൊട്ട് കിട്ടും. അത് കാരണം കൊണ്ട് അത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പറന്നു പോണത് കാണാം. ആൻഡ് കാക്ക ഈസ് നോട്ട് അറ്റ് ഓൾ അഫ്രെയ്ഡ് ഓഫ് ദ പരുന്ത് ഓൾസോ. ആൻഡ് ഇവിടുന്ന് പറന്ന് പോകുന്ന പരുന്തിൻ്റെ പുറകെ ഈ കാക്ക പറന്ന് കാക്ക ആ പരുന്തിൻ്റെ തലക്കിട്ട് ഇങ്ങനെ കൊട്ടണത് കാണും. സോ പരുന്ന് വന്നിട്ട് ആ കാക്കേൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ചെയ്യുന്ന വിദ്യ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഹൈറ്റിൽ പറക്കും. ഹൈറ്റിൽ പറക്കുമ്പോൾ ആ കാക്കയ്ക്ക് അത്രയും ഹൈറ്റിൽ പറക്കാൻ പറ്റാത്ത കാരണം ഇറ്റ് എസ്കേപ്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കും ഒരു കാര്യം പഠിക്കാണ്ട് അല്ലേ. സി, പീപ്പിൾ വിൽ ബി ദെയർ ഹൂ ആർ ട്രൈയിങ് ടു പുട്ട് യു ഡൗൺ. ആൾക്കാർ നമ്മളെ ഇങ്ങനെ താഴ്ത്താൻ നോക്കും, നമ്മളെ കുത്തി നോവിക്കാൻ നോക്കും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യേണ്ടത്? ദ ഓൺലി വേ ടു എസ്കേപ്പ് ഫ്രം ദെം ഇസ് യൂസിങ് യർ ഫുൾ പവർ ആൻഡ് ഫ്ലൈയിങ് ഹയർ. കുറച്ചുകൂടി ഹൈറ്റിൽ പറന്ന് അവർക്ക് എത്താൻ പറ്റാത്ത അത്രയും ഹൈറ്റിൽ നമ്മൾ പൊങ്ങിപ്പോയാൽ അവർക്ക് പിന്നെ നമ്മളൊന്നും ദ്രോഹിക്കാൻ പറ്റില്ല. ഈ ഒരു ലെസനാണ് ഈ പരുന്തും കാക്കയും നമുക്ക് പഠിപ്പിച്ചു തരണത്. ഫുഡ് ഫോർ തോട്ട്. നിങ്ങൾക്ക് എന്താ തോന്നണേ? കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? ആൻസേഴ്സ് എന്തായാലും എഴുതിയിടും കേട്ടോ. ശ്രീ ഗുരുപ്പേ നമഃ. എറണാകുളത്തെ പാശരണം.